What's up guys? Welcome to our channel. Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേ പ്രോട്ടീനെ കുറിച്ചാണ്. അപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് കറന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ 1 പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനമാണ് വേ പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വേ പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ വേ പ്രോട്ടീനിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, നിങ്ങളുടെ ഗോൾ മസിൽ ബിൽഡിംഗ് പ്രോസസ് ആണെങ്കിൽ എങ്ങനെയാണ് വേ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഫാറ്റ് ലോസിന് വേ പ്രോട്ടീൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ആർക്കൊക്കെ ഈ വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം, ആരൊക്കെ കൺസ്യൂം ചെയ്യാൻ പാടില്ല, അതുപോലെ ഡെയിലി റെക്കമെൻഡഡ് ഡോസേജ് എത്രയൊക്കെയാണ്, പിന്നെ ടൈപ്പ് ഓഫ് വേ പ്രോട്ടീൻസ് എത്രയാണ് നിങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് വേ പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ വേ പ്രോട്ടീനെ കുറിച്ച് കംപ്ലീറ്റ് നോളജ് നിങ്ങൾക്ക് കിട്ടുന്നത് ഗ്യാരണ്ടിയാണ്. നമുക്ക് നേരെ നമ്മുടെ പോയിന്റിലേക്ക് പോയേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വേ പ്രോട്ടീൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം, നമുക്ക് മിൽക്കിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് വേ പ്രോട്ടീൻ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീസ് ഉണ്ടാക്കാൻ നേരം നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വേ പ്രോട്ടീനെ പറ്റി പറയുമ്പോൾ നമ്മൾ മറ്റൊരു കസീൻ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് മിൽക്കിൻ്റെ അകത്ത്, മെയിൻ ആയിട്ടുള്ള കസീൻ പ്രോട്ടീൻ ആണ്. അതിനെപ്പറ്റിയും പറയണം. അതായത് മിൽക്കിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% ഉള്ളത് ഈ പറഞ്ഞ കസീൻ പ്രോട്ടീനാണ്. ബാക്കി വരുന്ന 20% മാത്രമേ നമ്മൾ ഈ പറഞ്ഞ വേ പ്രോട്ടീൻ ഉള്ളൂ. അപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേ പ്രോട്ടീനെ ഗുണങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് പൗഡറാക്കി എടുക്കാം, നമ്മുടെ ബോഡി ബിൽഡിംഗ് ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് വേ പ്രോട്ടീൻ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഈ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡർ ഫോമിലായിരിക്കില്ല, പിന്നീട് ഫർദർ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് അതൊരു പൗഡർ ഫോമിലോട്ട് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷുഗറിനൊക്കെ വേണ്ടിയിട്ട് ഫ്ലേവറുകളും അതുപോലെ തന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഈ വേ പ്രോട്ടീനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടന്റ് ഒക്കെ നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ഈ വേ പ്രോട്ടീൻ ഒക്കെ പർച്ചേസ് ചെയ്യുക. അത് മാത്രമല്ല, ഈ വേ പ്രോട്ടീൻ മേടിക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിൽക്കിന് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ്, നിങ്ങൾക്ക് മിൽക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എഫക്റ്റ് ഒക്കെ നിങ്ങൾ ചേർത്തുണ്ടാകും, ഇപ്പോൾ റാഷ് പോലെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വേ പ്രോട്ടീൻ മേടിക്കരുത്, കാരണം ഇതൊരു മിൽക്ക് പ്രോഡക്റ്റ് തന്നെയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വേ പ്രോട്ടീൻ അത് നമുക്ക് നമ്മുടെ ബോഡിക്കകത്തേക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ മസിൽ ബിൽഡിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ സ്കിന്ന് ബിൽഡ് ചെയ്യാനായിട്ട്, അതുപോലെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ബിൽഡ് ചെയ്യാനായിട്ട്, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബോഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാധനങ്ങൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതുപോലെ ഇന്റേണൽ ഓർഗൻസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വെച്ചാണ്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന സാധനമാണ് ഈ പ്രോട്ടീൻ. അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് അതൊക്കെ പക്കായിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് അമിനോ ആസിഡുകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ്. ഈ അമിനോ ആസിഡുകൾ ചെയ്യാനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പിൽ കിട്ടാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ്, അതിനെയാണ് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെത്താനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അമിനോ ആസിഡുകളുണ്ട്. ആ ടൈപ്പ് അമിനോ ആസിഡുകളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫുഡിനകത്ത് നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഈ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ, ഫുഡിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡുകൾ എല്ലാം ഉള്ള ഒരു പ്രോട്ടീനെയാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ വേ പ്രോട്ടീനിൻ്റെ അകത്ത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഫുഡിൽ നിന്ന് കിട്ടേണ്ട ആവശ്യമുള്ള എസെൻഷ്യൽ അമിനോ ആസിഡുകളായിട്ടുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ, അതായത് ഓൾമോസ്റ്റ് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡുകളും തന്നെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് നമ്മുടെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡുകൾ നമുക്ക് വേ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് കിട്ടും. BCAA നിങ്ങൾ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേ പ്രോട്ടീൻ കിട്ടുന്നത് സിസ്റ്റിനും അതുപോലെ തന്നെ ല്യൂസിൻ എന്ന് പറയുന്ന ഈ 2 അമിനോ ആസിഡുകളാണ്. ഇതിനകത്ത് ഈ ല്യൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് നമ്പർ 1 ഗ്രോത്ത് പ്രൊമോട്ടിങ്, അതായത് നമ്പർ 1 അനബോളിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഈ ല്യൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അതുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ല്യൂസിൻ എന്ന് പറയുന്ന വേ പ്രോട്ടീനകത്തെ അമിനോ ആസിഡിന് സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് നോക്കി കാണാം, നമ്മൾ പറഞ്ഞു കൗസ് മിൽക്കിനകത്ത്, പശുവിൻ്റെ പാലിനകത്ത് 20% വേ പ്രോട്ടീൻ ഉള്ളത്. നേരെ മറിച്ച് ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കിനകത്ത്, അതായത് മുലപ്പാലിനകത്തുള്ള 60% മുലപ്പാലിനകത്തുള്ളതെന്ന് പറയുന്നത് വേ പ്രോട്ടീൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കുട്ടികൾക്ക് മുലപ്പാൽ കിട്ടേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര വലുതാണ്. അപ്പം ഈ വേ പ്രോട്ടീനകത്തുള്ള ല്യൂസിനൊക്കെ അതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കിനകത്ത് വരെ 60% ഉള്ളത് വേ പ്രോട്ടീൻ ആണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ടൈപ്സ് ഓഫ് വേ പ്രോട്ടീനെ പറ്റി പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈപ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 ടൈപ്പാണ്. അത് കോൺസെൻട്രേറ്റ്, അതുപോലെ തന്നെ ഐസൊലേറ്റ്, അതുപോലെ തന്നെ ഹൈഡ്രോലൈസ് എന്ന് പറയും. അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് തന്നെയാണ്. കാരണം നമുക്ക് ആദ്യം കിട്ടുന്ന വേ പ്രോട്ടീൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കോൺസെൻട്രേറ്റ് ഫോമിലായിരിക്കും. കാരണം അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ടോസ് കാണും. ലാക്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് ഷുഗർ തന്നെയാണ് നമ്മൾ ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് കാണും, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഫാറ്റ് കാണും, അതുപോലെ തന്നെ ബാക്കി ന്യൂട്രീഷൻസും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് കാണും. അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% ഓഫ് വേ പ്രോട്ടീൻ ആണ് വരുന്നത്. ബാക്കി എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും 80% വേ പ്രോട്ടീൻ ഈ നമ്മൾ പറഞ്ഞ കോൺസെൻട്രേറ്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം കിട്ടുന്ന ഫോം ആയതുകൊണ്ട് തന്നെ വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അതായത് ഏകദേശം നമ്മളൊരു 30 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ 24 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അതിനെ കൂടുതൽ ഫർദർ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവമാണ് നമ്മൾ ഐസൊലേറ്റ് എന്ന് പറയും. അപ്പോൾ ഐസൊലേറ്റ് വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 90% വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വേ പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ലാക്ടോസിൻ്റെയും ഫാറ്റിൻ്റെയും എമൗണ്ട് വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കോൺസെൻട്രേറ്റിംഗിനും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഐസൊലേറ്റ് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോസസ്സ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് റേറ്റും അതിന് വില കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മൂന്നാമത്തെ ഇതിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും, അതായത് ഹൈഡ്രോളൈസിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്ത് 90% എബോവ് ആയിട്ട് വേ പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം വേ പ്രോട്ടീൻ ഉണ്ട്. അത് മാത്രമല്ല ഫാറ്റും ലാക്ടോസിൻ്റെ ഒക്കെ എമൗണ്ട് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല ഇത് നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രീ ഡൈജസ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അബ്സോർബ് ചെയ്യാവുന്ന, നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല റേറ്റും കുറച്ച് കൂടുതലാണ്. പ്രൊഫഷണൽസ് ആണ് മെയിനായിട്ട് ഈ ഹൈഡ്രോളൈസ്ഡ് വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹൈഡ്രോളൈസിന് വേറൊരു പ്രത്യേകത കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 35% മുതൽ 40% വരെ നമ്മുടെ ഇൻസുലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഹൈഡ്രോളൈസ്ഡ് വേ പ്രോട്ടീൻ നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ റേഞ്ച് അതിന് കൂടുതലാണ്. എല്ലാവർക്കും നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും ബിഗിനേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ 3 ടൈപ്സ് ഓഫ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി കൂടുതൽ പോയിന്റ്സിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം വേ പ്രോട്ടീൻ എങ്ങനെയാണ് നമ്മുടെ മസിൽ ബിൽഡിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ അത് എങ്ങനെ വേ പ്രോട്ടീൻ പ്രൊമോട്ട് ചെയ്യും എന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ആദ്യത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞു, പ്രോട്ടീൻ. നമുക്ക് നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, അതായത് 80% കോൺസെൻട്രേറ്റ് എടുത്താൽ തന്നെ 30-നകത്ത് 24 ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേ പ്രോട്ടീൻ അന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആ പ്രോട്ടീനാണ് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ്, മസിൽ ബിൽഡിങ്ങിന് ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഹൈ ഇൻ BCAAs ആണ്. ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സും വേ പ്രോട്ടീൻ അത് ധാരാളമായിട്ടുള്ളത് കൊണ്ട് അതും നമ്മൾ പറഞ്ഞു ധാരാളമായിട്ട് നമ്മുടെ മസിൽ ബിൽഡിംഗ് പ്രോസസ്സിനെ നല്ല ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ആയിട്ടുള്ള ലൂസിൻ, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ലൂസിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്തെ നമ്പർ 1 ഗ്രോത്ത് പ്രൊമോട്ടിംഗ് അമിനോ ആസിഡ് ആണ്. അപ്പോൾ ഇത് ധാരാളമായിട്ട് വേ പ്രോട്ടീനകത്ത് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. അപ്പം ഈ സാധനം അധികമായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ നമ്പർ 1 ഗ്രോത്ത് പ്രൊമോട്ടിംഗ് അമിനോ ആസിഡ് അധികമായിട്ടുള്ളത് കൊണ്ട് അതും നമ്മളെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺ, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണുകളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ വേ പ്രോട്ടീനകത്തുണ്ട്. അതായത് ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണുകളെ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ഗ്രോത്ത് പ്രൊമോട്ടാവും, മസിൽ ബിൽഡിങ്ങും പക്കായിട്ട് നടക്കും. പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് തന്നെയാണ്. മറ്റേത് പ്രോട്ടീൻ കൺസ്യൂം ചെയ്ത് നിങ്ങളുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനേക്കാളും പെട്ടെന്ന് നിങ്ങളുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ മോർ ദാൻ ഇനഫ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ലീൻ മസിൽ മാസ് പാക്ക് ചെയ്യാനായിട്ട് ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലും ഫുഡാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, വേ പ്രോട്ടീൻ മാത്രം കൺസ്യൂം ചെയ്തിട്ട് ഫുഡൊന്നും കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി കൺസ്യൂം ചെയ്യാതെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഡയറ്റും അതുപോലെ തന്നെ പക്കയാകണം. ആ ഡേറ്റ് പക്കാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഡേറ്റ് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അത് നമ്മൾ കഴിക്കുന്ന കൺസ്യൂം ചെയ്യുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അങ്ങനെ പല പല കാര്യങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വേ പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ലോസ് എങ്ങനെയാണ്. നമ്മൾ വേ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ ബിൽഡിംഗ് മാത്രമല്ല ഫാറ്റും നമുക്ക് ലോസ് ആകും. അതെങ്ങനെയാണെന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഫാറ്റിൻ്റെ അകത്തുനിന്ന് കേസിൻ്റെ നമ്മൾ അതിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഒരു 25% നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഒരു ഫുൾ ഡേയിൽ 25% നമ്മൾ പ്രോട്ടീനാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 60% നമുക്ക് ഫുഡിനോടുള്ള ആസക്തി കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 60% നമുക്ക് ഫുഡിനോടുള്ള ആസക്തി കുറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ 400 കിലോ കലോറിയോളം കുറച്ചേ നമ്മളൊരു ദിവസം നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ 400 കിലോ കലോറി കുറച്ച് കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഫാറ്റ് ലോസ് ആകുന്നത്. നമ്മൾ ഈ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാറ്റ് ബേണിങ്ങിന് നമ്മൾ
നമ്മളെ സഹായിക്കും. അതായത് നമ്മൾ പ്രോട്ടീൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ 80 കലോറി മുതൽ 100 കലോറി വരെ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ നമ്മുടെ ബേൺ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻ സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് തരും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നത്തില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്ത് പറയേണ്ടത്, നമുക്ക് ഫുഡ് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന ഫുഡിനെ നമുക്ക് കൂടുതൽ ബേൺ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും ഈ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൊണ്ടൊക്കെ കാരണമാണ് നമുക്ക് കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ, നമുക്ക് നല്ലൊരു ലീൻ മസിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. അതായത് ഫാറ്റ് ഇല്ലാത്ത നല്ലൊരു മസിൽ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു സോഴ്സ് തന്നെയാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇനി ഇതിന്റെ കുറച്ചും കൂടെ ബെനിഫിറ്റ്സ്. ജസ്റ്റ് മസിൽ ബിൽഡിങ്ങും ഫാറ്റ് ലോസും മാത്രമാണോ വേ പ്രോട്ടീൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? അപ്പം അത് മാത്രമല്ല, നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ക്യാൻസറിന് വരെ എതിരായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് വേ പ്രോട്ടീൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ അധികമാണെങ്കിൽ ബ്ലഡ് പ്രഷർ അധികമാകാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ, നിങ്ങളുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിൻ്റെ സിംറ്റംസ് നമുക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈവൻ HIV പേഷ്യൻസിൽ അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് മെച്ചപ്പെടുത്താൻ വരെ വേ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രയോജനങ്ങളൊക്കെ കിട്ടാനുള്ളതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു BCAA. ഇതിനകത്തുള്ള സിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു BCAA ഇതിനകത്ത് അബണ്ടൻ്റ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഈ സിസ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്, നമ്മുടെ ബോഡിക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാതയോൺ. അത് നമ്പർ 1 ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻ അവർ ബോഡിയാണ്. അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്ന സെല്ലുകളെ കൊല്ലുന്ന സാധനമാണ്. അതായത് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന സാധനമാണ്. അപ്പോൾ നമ്പർ 1 ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാതയോണിനെ പ്രൊമോട്ട് ചെയ്യുക വഴി ഈ ബെനിഫിറ്റ്സ് സിസ്റ്റിൻ എന്ന് പറയുന്ന സാധനം പ്രൊമോട്ട് ചെയ്യും. അതായത് നമ്മുടെ വേ പ്രോട്ടീനകത്ത് അബണ്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുക വഴി നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് വേ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബൾക്കായിട്ടുള്ള. അപ്പം മസിൽ ബിൽഡിങ്ങും ഫാറ്റ് ലോസും മാത്രമല്ല വേ പ്രോട്ടീൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റെക്കമെൻഡഡ് ഡോസേജ് ഞങ്ങൾ എത്രത്തോളമാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം 2 സ്കൂപ്പ് വരെ നിങ്ങൾക്ക് കഴിക്കാം. ഒരു ദിവസം മാക്സിമം ആ 2 സ്കൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള പ്രോട്ടീൻ നമ്മൾ ഫുഡിനകത്തൊക്കെ കൺസ്യൂം ചെയ്യണം. നമുക്ക് മാക്സിമം 2 സ്കൂപ്പ് കഴിച്ചാൽ മതി. 2 സ്കൂപ്പ് ഒറ്റയടിക്ക് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കരുത്. അത് 50 ഗ്രാം പ്രോട്ടീൻ ഒറ്റയടിക്ക് കഴിക്കുന്ന പോലെ ആയിപ്പോകും. അത് നമുക്ക് നോർമലായിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഇന്റർമീഡിയറ്റ്സിനോ ബിഗിനേഴ്സിനോ ഒന്നും അത് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രോട്ടീൻ വേസ്റ്റേജ് ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത്രയും ഒറ്റയടിക്ക് 50 ഗ്രാം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാതെ നിങ്ങൾ 2 നേരമായിട്ട് കഴിക്കുക. രാവിലെ കഴിക്കുക, പിന്നെ പോസ്റ്റ് വർക്കൗട്ട് കഴിക്കുക. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കാം. ഇനിയിപ്പം ഒറ്റ നേരം നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 സ്കൂപ്പ്, അതായത് ഏകദേശം 36 ഗ്രാം പ്രോട്ടീനോളം വരും. അത്രയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒറ്റ സമയം കൊണ്ട് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് 1 സ്കൂപ്പ് നിങ്ങൾ കഴിക്കുക, 1 സ്കൂപ്പ് വേറൊരു ടൈമിലും കൂടെ കഴിക്കുക. അപ്പോൾ മാക്സിമം പ്രോട്ടീൻ അബ്സോർപ്ഷൻ നടക്കും. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് തന്നെയാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാരണവശാലും കഴിക്കരുത്. പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ്, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മിൽക്കിനോട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളതാണ്, നമ്മൾ മിൽക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കരുത്. കാരണം ഒരു പ്യുവർ മിൽക്ക് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രമേ ഇത് കഴിക്കാനുള്ള പ്രശ്നമുള്ളൂ, കഴിക്കാതിരിക്കാവുള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ, കുട്ടികൾ മുതൽ വലിയ പ്രായമായവർക്ക് വരെ കഴിക്കാവുന്ന സാധനം തന്നെയാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് വീഡിയോ ലൈക്ക് ചെയ്തതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ലോകത്തിലെ തന്നെ നമ്പർ 1 റിസർച്ചർ സപ്ലിമെന്റ് ആണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ നമ്പർ 1 റിസർച്ചർ സപ്ലിമെന്റ് ആണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. 100% സേഫ് ആണ്. എന്തായാലും ഞങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ അത് ചെക്ക് ചെയ്യുക, നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എല്ലാവർക്കും കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വേ പ്രോട്ടീൻ. ഇനി കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ബൈ.